വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ മർദ്ദിച്ച അവശ നിലയിലാക്കിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള യുവാവ് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് വാർഡ് അംഗം വെളിപ്പെടുത്തി. യുവാവ് വീട്ടിൽ നിത്യസന്ദർശകനായിരുന്നു. അയാൾ നിത്യസന്ദർശകനായിരുന്നുവെങ്കിലും അയാൾ വീട്ടിലേക്ക് വരരുതെന്നും അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും നിരവധി തവണ അവർ പറയുകയും ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും അംഗം പറഞ്ഞു. സ്ഥിരമായിട്ട് ഇവിടെ സന്ദർശകനായിരുന്നു. ആ പരാതി ഇപ്പോൾ ഈ 3-ാം തീയതി ആകുമ്പോഴേക്കും 1 മാസമാകും. അതിവിടെ പരിസരവാസികളെ ഭീഷണിപ്പെടുത്തുക, വഴിയിൽ വണ്ടി വട്ടം വെക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പരിസരവാസികളെല്ലാവരും കൂടി പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വിളിപ്പിക്കും എന്നുള്ള രീതിയിലാണ് അവരന്വേഷണത്തിലും ആയിരുന്നു. അപ്പോൾ മുങ്ങി നടക്കായിരുന്നു. പകൽ സമയത്ത് വരില്ല, പകൽ സമയത്ത് അങ്ങനെ ആരും കാണില്ല, രാത്രിയേ വരുള്ളൂ. പുറത്തേക്ക് ഇറങ്ങി കാണിച്ചു തരാം, ആ രീതിയിലൊക്കെ. ഒരു 5 പേരോളം ഇവിടെ പുരുഷന്മാർ എന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടും പറ്റിയില്ല, അവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്ത്. ഫ്രണ്ട് ഡോർ ഓപ്പൺ അല്ലായിരുന്നു. ഇവൻ രാത്രിയാണ് സംഭവം എല്ലാം നടത്തിയെന്നാണ് ഇപ്പം അറിയാൻ കഴിയണത്. ഈ അമ്മായി വരുമ്പോഴാണ് അർദ്ധനഗ്നയായിട്ട് പെൺകുട്ടി കിടക്കുന്നത് കണ്ടത്. അങ്ങനെ ആ ഒരു ഇതിലാണ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും പോലീസുകാർ വരെയും ആംബുലൻസ്, ചോറ്റാനിക്കര പഞ്ചായത്തിൻ്റെ ആംബുലൻസ് വിളിച്ചു വരുത്തി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തത്.